അന്നൊരിക്കൽ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഏറ്റവും അവസാനം വന്നു കയറിയ ആ കസ്റ്റമർ അയാളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഇറങ്ങിപ്പോകുമ്പോൾ എമിയൊന്ന് നീട്ടി ശ്വാസമെടുത്തുകൊണ്ട് അവളുടെ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു. മേഡം. എന്നാൽ ആ ഇരിപ്പിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വന്നെത്തിയ ആ വിളി. എന്താ ജോൺ? സെക്കൻഡ് കൊണ്ട് അവൾ നേരെയിരുന്നു. ഇന്നാണ് നമ്മളെ മാസ്റ്റർ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജോൺ ഓർമ്മിപ്പിച്ചപ്പോൾ എമിയുടെ കണ്ണുകൾ ആദ്യം കയ്യിലെ വാച്ചിലേക്ക് നീണ്ടു. 5 മണിക്ക് ശേഷം തന്നിലേക്ക് നീളുന്ന ആ നോട്ടം കണ്ടതും അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ജോൺ പറഞ്ഞു. അതോടെ എമി ടെൻഷനോടെ നെറ്റിയിലടിച്ചു. ഇപ്പോൾ സമയം 4:15. എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ നേരത്തെ ഡ്രൈവ് ഉണ്ട് ആ മീറ്റിംഗ് ഹാളിലേക്ക്. സാധാരണ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ആവാറുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അത് ഓർമ്മകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് വിട്ടുപോയി. അതിന് കാരണം ആ കസ്റ്റമർ തന്നെയാണ്. സ്റ്റാഫിന്റെ കയ്യിൽ ഒതുങ്ങാത്ത അയാളെ നേരെ തന്നെ ക്യാബിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അതൊരു പ്രീമിയം കസ്റ്റമർ ആയതുകൊണ്ടും വർഷങ്ങളായി തങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടും വിട്ടുകളയാനും വയ്യ. കോടികളുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന അയാൾക്കുള്ള എന്തോ ഒരു ഡൗട്ട്. അത് ക്ലിയർ ചെയ്തു വന്നപ്പോഴേക്കും ഓടിപ്പോയ സമയത്തെക്കുറിച്ച് ഓർത്തുമില്ല. കുറച്ചുകൂടി നേരത്തെ ഓർമ്മിക്കാൻ വയ്യായിരുന്നു ജോൺ. ധൃതിയിൽ എഴുന്നേറ്റുകൊണ്ട് ഓഫീസ് മുറിയിൽ തന്നെയുള്ള ബാത്റൂമിലേക്കായിരുന്നിട്ട് തന്നെ എമി ജോണിനോട് ചോദിച്ചു. ഞാൻ വന്ന് നോക്കിയതാ മാം, പക്ഷെ മാം ആ കസ്റ്റമർ ഡീൽ ചെയ്യായിരുന്നു. അതിനിടയിൽ ഞാൻ അവിടെ ഇറങ്ങി വന്ന നിമിഷം തന്നെ ജോൺ അവന് പറയാനുള്ള പറഞ്ഞു. മാം, ഞാനുകൂടി വരണോ? ആൾക്കാരുടെ കീയും ഫോണും ബാഗും ഒക്കെ എടുത്ത് പോകാനിറങ്ങുമ്പോൾ ജോൺ ചോദിച്ചു. എമിയുടെ PA കൂടിയാണ് ജോൺ. വേണ്ട, ഇതെനിക്ക് ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ. ജോൺ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓക്കെ? പറയുന്നതിനൊപ്പം തന്നെ എമി പുറത്തേക്ക് നടക്കുന്നുണ്ട്. എമി മരിയ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ അലക്സ് മാത്യുവിന്റെ മകൾ. ലേൺ ഗ്രൂപ്പിന്റെ MD ആയിരുന്നു അലക്സ്. പെട്ടെന്നൊരു ദിവസം സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ എമി ലണ്ടനിൽ BBA പഠിക്കുകയാണ്. അലക്സ് നല്ലപോലെ കൊണ്ടുനടന്നിരുന്ന അയാളുടെ ബിസിനസ് സാമ്രാജ്യം പെട്ടെന്ന് നയിക്കാനൊരു നാഥനില്ലാതെ തകർച്ചയിലേക്ക് ഊപ്പുകുത്തുമെന്ന് ഉറപ്പായ നിമിഷം എബി പഠനം പൂർത്തിയാക്കാൻ പോലും നിൽക്കാതെ നാട്ടിലേക്ക് തന്നെ തിരികെ വന്നു. നിന്നെ കൊണ്ടത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. വെറുതെ വേണ്ടാത്ത പണിക്ക് പോയി ഉള്ള കൂടി നഷ്ടപ്പെടുത്താൻ നിൽക്കാതെ അത് വിറ്റൊഴിവാക്ക്. അറിയാവുന്ന ചെറിയ പണി വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അന്ന് തടയാൻ എത്ര പേരായിരുന്നു. അതൊന്നും തന്നെ അവളോടുള്ള കരുതലായിരുന്നില്ല. ആ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മാത്രം. അതിനാളേറെയും ഏറ്റവും അടുത്ത ബന്ധുക്കളാണെന്നാണ് വിചിത്രം. തളരുമ്പോൾ ഒരു താങ്ങായി നിൽക്കേണ്ടവരാണ് ചുറ്റും നിന്നിട്ട് കാലുവാരി താങ്ങാൻ ആവേശം കാണിക്കുന്നത്. അലക്സ് മാത്യുവിന്റെ മകൾക്ക് ബിസിനസ് പാഠങ്ങൾ അപ്പൻ തന്നെ പകർന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നുമാണ്. തനിക്ക് ശേഷം താൻ ഉണ്ടാക്കിയതെല്ലാം തന്റെ മകൾ സേഫായി കൊണ്ടുനടക്കുമെന്ന് അയാൾക്ക് അത്രമേൽ ഉറപ്പുണ്ടായിരിക്കും. എന്തായാലും തോറ്റു കാണാൻ കണ്ണും തുറന്ന് കാത്തിരുന്നവരുടെ കണ്ണുകൾ മിഴിയും പോലെയാണ് എമിയുടെ വളർച്ച. അവൾ ആ കമ്പനി ഇരട്ടി ലാഭത്തിലേക്ക് നയിക്കുകയും അലക്സിന് പോലും കഴിയാത്ത മറ്റൊരു ബ്രാഞ്ച് എന്നുള്ള അയാളുടെ സ്വപ്നം അയാളില്ലായ്മയിലും ഭംഗിയായി നടത്തി കാണിക്കുകയും ചെയ്തതോടെ എമി മരിയക്ക് പണി അറിയാമെന്നുള്ളത് ഒട്ടുമിക്ക പേരും അംഗീകരിച്ചു കഴിഞ്ഞ സത്യമാണ്. എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റം പറയാൻ പിന്നെയും ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവളത് മൈൻഡ് ചെയ്തില്ല. 24-ാം വയസ്സിൽ അത്രയും അനുഭവപാഠമുള്ള ഒരാളെ പോലെ ഭംഗിയിൽ അവൾ ആ സ്ഥാപനങ്ങൾ പരിപാലിച്ച് കൊണ്ടുനടക്കുന്നു. മാസ്റ്റർ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് നഷ്ടം വരാതിരിക്കാൻ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് എമി കാർ ഓടിക്കുന്നത്. കാറിലിരിക്കുമ്പോഴും ഇടയ്ക്ക് കണ്ണുകൾ വാശിലേക്ക് തന്നെയാണ്. വൈകുന്നേരം സ്കൂൾ ടൈം ആയതുകൊണ്ട് മുടിഞ്ഞ ട്രാഫിക്കാണ്. ഇനിയിപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയതുകൊണ്ടാണ് പോകുന്നത് തന്നെ. വിട്ടുകളയാൻ തോന്നുന്നില്ല. ലോകോത്തര ബ്രാൻഡ് അവരിങ്ങോട്ട് തന്നൊരു ഓഫർ അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യവുമല്ല. ഇതെങ്ങാനും ഓക്കെ ആയാൽ പിന്നെ ലേൺ ബ്രാഞ്ചിന് തിരിഞ്ഞു നോക്കുകയും വേണ്ട. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊന്നും ആൾക്ക് യാതൊരു ഭയമോ വെപ്രാളമോ ഇല്ല. അതെല്ലാം തനിക്ക് ഒറ്റയ്ക്ക് ഈസിയായി മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നൊരൊറ്റ മൈൻഡാണ്. പക്ഷേ അങ്ങോട്ട് അവർ പറഞ്ഞ സമയത്ത് എത്തിപ്പെടുന്ന തന്നെയാണ് ഇപ്പോൾ മുന്നിലെ ഏറ്റവും വലിയൊരു ടാസ്ക്. ഷോർട്ട് കട്ടുകളൊന്നുമില്ലാതെ നഗരത്തിരക്കിലൂടെ തന്നെ പോവേണ്ട സ്ഥലവുമാണ്. കാത്തുകെട്ടി കിടക്കുന്ന നിരവധി വാഹനങ്ങൾക്കിടയിൽ കൂടി അവൾ അനായാസം ഡ്രൈവ് ചെയ്തു. 18-ാം പിറന്നാളിന് അവളുടെ അപ്പ കൊടുത്ത ഗിഫ്റ്റ് അതാണ് അവളുടെ കാർ. അപ്പയുടെ അവസാന സമ്മാനം. അതുകൊണ്ട് തന്നെ അവൾക്കതൊരു വെറും വാഹനം മാത്രമല്ല, അവളുടെ അപ്പയുടെ സ്നേഹം കൂടിയാണ്. അത്ര കരുതലോടെ തന്നെയാണ് അവളത് കൊണ്ടുനടക്കുന്നത്. പക്ഷേ വരാനുള്ള വഴിയിൽ തങ്ങില്ലെന്ന് പറയും പോലെ ഒരു നിമിഷം ശ്രദ്ധ വാച്ചിലേക്ക് പാടിയ ആ നിമിഷം അവളുടെ ഇന്നോവ മുന്നിലുള്ള ഒരു ഓട്ടോയിൽ ചെന്നിടിച്ചു. എല്ലാ സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഒന്നുലഞ്ഞുകൊണ്ട് റോഡ് സൈഡിലേക്ക് മറിയാനാഞ്ഞ ഓട്ടോ. എന്റെ മാതാവേ! നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചു പോയ ആ മിസ്റ്റേക്ക് അവൾ പതറിപ്പോയി. വിറച്ചും വിയർത്തും ഇനി എന്ത് വേണമെന്നറിയാതെ അതേ ഇരിപ്പ് തന്നെ. മുന്നിൽ ആളുകൾ തടിച്ചുകൂടുന്നു. അവർക്കിടയിൽ കൂടി കലിയുടെ ആൾ രൂപം പോലെ ഒരാൾ അവളുടെ കാറിന് നേർക്ക് ഓടും പോലെ വന്നു നിന്നിട്ട് ഡ്രൈവിംഗ് ഭാഗത്തുള്ള ഗ്ലാസ്സിൽ അമർത്തി ഇടിച്ചു. അതെല്ലാം തന്നെ നെഞ്ചിലാണ് വന്ന് പതിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. വീണ്ടും ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കും പോലെ പുറത്തു നിന്നുള്ള ബഹളം. കണ്ണടച്ചുകൊണ്ടൊന്ന് റിലാക്സ് ആയ ശേഷം എമി ആ ഗ്ലാസ് കഴത്തി. അത് ശരി, സാറെല്ലാം മേടാണല്ലേ?
ചുമ്മാതല്ല റോഡിൽ കിടന്നുകൊണ്ടുള്ള ഈ അഭ്യാസം. ഇങ്ങോട്ട് ഇറങ്ങും പെണ്ണുപിള്ളേ. ഓട്ടോ ഡ്രൈവർ ഒരു സ്ത്രീയെ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ടതിന് അപ്പാടെ പുച്ഛിച്ചുകൊണ്ടൊരു ഭാവത്തിൽ പറഞ്ഞു കേട്ടപ്പോൾ എമിക്ക് ശരിക്കും ദേഷ്യം വന്നു. പക്ഷേ ഇവിടെപ്പോൾ അതുകൂടി പ്രകടമാക്കിയാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നവൾ തൽക്കാലം അത് അടക്കി പിടിച്ചു. റിയലി സോറി, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാ. ഐ ആം സോറി. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇയാളത് പ്രശ്നം ഉണ്ടാക്കരുത്. നമുക്ക് സമാധാനമായിട്ട് ഡീൽ ചെയ്യാം. തനിക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് നന്നായി ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവൾ പരമാവധി താഴ്മയോടെ തന്നെയാണ് അഭ്യർത്ഥന നടത്തിയത്. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു സ്ത്രീയാണെന്ന് കണ്ടതും അവളുടെ ഗെറ്റപ്പ് കണ്ടിട്ട് കയ്യിൽ കാശുള്ള വീട്ടിലാണെന്ന് മനസ്സിലായതുകൊണ്ടും ഓട്ടോ ഡ്രൈവർ വിടാനുള്ള ഭാവമില്ല. അവൾ ഇറങ്ങിയേ തീരുന്നവൻ ഷാഠ്യം പിടിച്ചു. കൂടുന്നവരിൽ ഏറെ പേരും അവനൊപ്പം തന്നെയാണെന്ന് കണ്ടതും വേറെ വഴിയൊന്നുമില്ലാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ആരോ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇരച്ചു കയറി വന്നൊരു പോലീസ് ജീപ്പ്. മൊത്തത്തിൽ പരിപാടി കളറായി. അതും മിനിറ്റുകൾ കൊണ്ട്. കൂടിയുന്നവർ ഒരു സീൻ കാണാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ്. പോലീസുകാരെ കൂടി കണ്ടതോടെ ഓട്ടോ ഡ്രൈവർ കുറച്ചുകൂടി ഫോമിലായി. പോലീസ് ജീപ്പിനടുത്തേക്ക് ചെന്നുകൊണ്ടവൻ അവന്റെ കുടുംബത്തിന്റെ ആശ്രമമായ ഓട്ടോയെ പറ്റിയൊക്കെ വളരെ കാര്യമായി തന്നെ പറയുന്നുണ്ട്. വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് എമിയെ ചൂണ്ടി അവനവന്റെ ആവരാതിപ്പെട്ടി തുറന്നു കാണിക്കുമ്പോൾ കാശുള്ളത് കൊണ്ട് കാണിക്കുന്ന വലിയ വീട്ടിലെ പെൺകുട്ടികളുടെ കോപ്രായങ്ങളെ കുറിച്ചും എമി കേൾക്കാൻ പാകത്തിനാരോ പറയുന്നുണ്ട്. എമി കൈകെട്ടിയുന്നുകൊണ്ട് അവരെല്ലാം നോക്കി. അവളുടെ മുഖത്ത് ഭയമില്ലാത്ത ഭാവം തന്നെയായിരുന്നു അവരിൽ പലരെയും ചൊടിപ്പിച്ചതും. ഓട്ടോക്കാരന്റെ കുമ്പസാരത്തിന് ശേഷം തനിക്ക് നേരെ നടന്നു വരുന്ന ആ പോലീസുകാരനെ നോക്കി എമി ശാന്തമായി നിന്നു. അയ്യോ, എമി മേഡായിരുന്നോ? സോറി മാം. ആൾക്കടുത്തേക്ക് ഗൗരവത്തോടെ നടന്നു വന്നവൻ എമിയെ തിരിച്ചറിഞ്ഞതും ഇഞ്ചി കടിച്ച പോലൊരു ഭാവത്തിലായി. ലയൺ ഗ്രൂപ്പ് MD എമി മരിയെ അയാൾക്ക് നന്നായിട്ട് അറിയാം. മേഡം പോയിക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അത്യാവശ്യം പ്രായമുള്ള ആ പോലീസുകാരൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. എമി ആളെ നോക്കി ചിരിച്ചു. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് സർ. അതിന് ഞാൻ അയാളോട് സോറി പറഞ്ഞു. പറ്റിയ തെറ്റിന് പരിഹാരം ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ അയാൾക്ക് ഇതൊരു വഴക്കാക്കിയേ പറ്റൂ എന്നാ. അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ആ മീറ്റിങ്ങിനെ കുറിച്ചും അറിയാതെയാണെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ അപകടത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആൾക്ക് വല്ലാത്ത നിരാശയുണ്ട്. സാരമില്ല മേഡം, അയാൾക്ക് മേഡത്തെ അറിയാത്തതുണ്ടാവും. ഞാൻ പറഞ്ഞോളാം, മേഡം പോയിക്കോളൂ. അയാൾ വീണ്ടും പറഞ്ഞു. ഇതെന്റെ കാർഡാണ്, അയാൾ കൊടുത്തേക്കും. എന്നെ വന്ന് കാണാൻ പറയണം. വേണ്ട ചെയ്യാം. എമി വീണ്ടും ഉറപ്പെടുത്തുകൊണ്ട് കാറിന്റെ ഡോർ തുറക്കാൻ തുടങ്ങിയ നിമിഷം പോലീസ് ജീപ്പിൽ നിന്ന് ഉയർന്നു കേട്ട നീട്ടിയുള്ള ഹോൺ എമിയുടെയും അവൾക്കൊപ്പമുള്ള പോലീസുകാരനെയും നെറ്റി വിളിഞ്ഞു. മേഡം, ഒരു മിനിറ്റ്. അവളോടത് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ ധൃതിയിൽ ജീപ്പിന് നേരെ ഓടുമ്പോൾ എമി തന്റെ കാറിൽ ചാരി അങ്ങോട്ട് നോക്കി. സിജോ, അവിടെന്താ പ്രശ്നം? മുഴക്കമുള്ളൊരു ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നയാളിൽ അവളുടെ നോട്ടം പതിഞ്ഞു. എമിയുടെ നെറ്റി ചുളിഞ്ഞു. അത് എമി മേഡാണ് സാർ. എമിയുടെ അരികിൽ നിന്നും പോയ പോലീസുകാരൻ പറയുന്നത് കേൾക്കാം. അതാരാണെന്നല്ലല്ലോ സിജോ എന്റെ ചോദ്യം. കുറച്ചുകൂടി കടുപ്പത്തിൽ. അല്ല സാർ, എമി മാഡത്തിന്റെ കാറാ ഈ ഓട്ടോയിൽ തട്ടിയത്. സിയുടെ മുഖത്തോങ്ങി ബാക്കി പറയാൻ സിജോക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ ആളൊരു ചൂടനാണ്, കട്ടക്കലിപ്പൻ, ഒരു നേരവാ നേരപ്പോ ടൈപ്പ്. ചാർജ് എടുത്ത് 1 മാസം കൊണ്ടത് നന്നായി മനസ്സിലാക്കിയതുമാണ്. ഇങ്ങോട്ട് വിളിക്ക് നിന്റെ എമി മാഡത്തെ. കളിയാക്കും പോലെ പറഞ്ഞുകൊണ്ട് CI ജീപ്പിലേക്ക് ചാരി. പോലീസുകാരൻ വന്ന പോലെ തന്നെ എമിയുടെ അരികിലേക്ക് തിരിഞ്ഞടന്നു. അവളോടെന്തോ പറയുന്നുണ്ട്. അയാൾക്ക് പിറകെ അങ്ങോട്ട് നടക്കുമ്പോഴും താൻ എവിടെയോ കണ്ടു പറഞ്ഞൊരു മുഖം. അതായിരുന്നു അവളെ അസ്വസ്ഥപ്പെടുത്തിയത്. സർ, എമി വിളിക്കുമ്പോൾ തിരിഞ്ഞിരുന്നുകൊണ്ട് അവിടെയുള്ള ആളോട് എന്തോ പറയുകയായിരുന്ന CI ആൾക്ക് നേരെ മുഖം തിരിച്ച് നോക്കി. സത്യ? എമിയുടെ ശബ്ദം വിറച്ചുപോയി. എന്നാൽ CI സത്യത്തിന്റെ മുഖത്ത് ഗൂഢമായൊരു ചിരിയുണ്ട്. അതിനർത്ഥം അവന് തന്നെ മനസ്സിലായി എന്ന് തന്നെയാണ്. എമി എന്ന് വിറച്ചുപോയി. അവന്റെ ആ നോട്ടത്തിൽ പണ്ടത്തെ അതേ രൂക്ഷത അല്പം കൂടിയെങ്കിലേ ഉള്ളൂ. എന്താണ് എമി മാഡം, റോഡ് താങ്കളുടെ തറവാട് വകയാണെന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കില്ല. ഈ റോഡല്ല, നാട് തന്നെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്ന വലിയ തറവാട്ടിലെ കുട്ടിയാണ് എമി മരിയ മേഡം എന്നൊക്കെ എനിക്കറിയാം. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. പരിഹാസമാണ്. എനിക്കത് വളരെ വേഗത്തിൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള പോർവിളികളുമായി ഇവൻ തന്നെ മുന്നിലേക്ക് നിൽക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. പക്ഷെ ഇതുപോലൊരവസ്ഥയിൽ ഈ യൂണിഫോമിൽ അതിന്റെ പവറിൽ സത്യത്ത് തനിക്ക് മുമ്പിൽ വരുമെന്ന് അന്നൊന്നും അവൾ ഓർത്തതേയില്ലായിരുന്നു. സാറേ, മേഡം ഒരു പ്രശ്നക്കാരിയൊന്നുമല്ല. അത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് സത്യ അവളോട് അങ്ങനെ പറഞ്ഞുള്ള വിഷമത്തോടെ സിജോ അവനരിലേക്ക് ചേർന്നിട്ട് സ്വകാര്യം പോലെ പറഞ്ഞു. മിസ്റ്റർ സിജോ ജോസ്, നിന്റെ മേഡം പ്രശ്നക്കാരിയാണോ? ഇനി ആണെങ്കിൽ തന്നെ അത് എത്രത്തോളമാണെന്നൊക്കെ എനിക്കറിയാം, നന്നായിട്ടറിയാം. ഒരുപക്ഷെ എന്നെക്കാൾ നന്നായിട്ട് അതൊക്കെ അറിയാവുന്ന ഒരാളെയും താൻ ഇതുവരെയും കണ്ടു കാണില്ല. അതുകൊണ്ട് മേഡത്തിന്റെ പ്രശ്നത്തിന്റെ കണക്കെടുപ്പ് നിർത്തി താനങ്ങോട്ട് മാറിക്ക്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇടക്ക് എമിയെ കൂടി നോക്കി അത്യാവശ്യം രൂക്ഷമായി സത്യത പറഞ്ഞതും എമിക്കൊപ്പം സിജോ കൂടി വിളറിപ്പോയി. എന്നാൽ ജനക്കൂട്ടത്തിന് അവന്റെ ആ പ്രകടനം ഏറെ ഇഷ്ടമായതുപോലെയാണ് അവരുടെ നോട്ടവും നിൽപ്പും. തനിക്ക് പരാതി ഉണ്ടോടോ? സത്യ ഓട്ടോക്കാരനോട് ചോദിച്ചു. ഉണ്ട് സർ. അവൻ സത്യയെ തൊഴുതുകൊണ്ട് പറഞ്ഞു. എങ്കിലും സ്റ്റേഷനിൽ വന്നീയും.
അവനോട് എമ്മിയോട് ഒരുപോലെ പറഞ്ഞുകൊണ്ട് അവൻ തിരികെ ജീപ്പിലേക്ക് കയറാൻ തുടങ്ങി. സത്യ അതുവരെയൊന്നും മിണ്ടാതെ അവന്റെ ആ ഗൂഢമായ ഭാവത്തെ നോക്കി മിണ്ടാതിരുന്ന എമി പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ സത്യ അനങ്ങാതെ നിന്നു. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് സത്യ, എനിക്കറിയാം. ഞാനിന് സോറി പറഞ്ഞു. അയാളുടെ ഓട്ടോയ്ക്ക് എന്ത് പറ്റിയാലും അത് ഞാൻ തീർത്തു കൊടുക്കും സത്യ. ഏയ് കോൾ മീ സർ. എമി തിടുക്കത്തിൽ പറയുന്ന കൈയൊരു തടഞ്ഞുകൊണ്ട് ആൾക്ക് നേരെ തിരിഞ്ഞിട്ട് അങ്ങേയറ്റം ഗൗരവത്തോടെ സത്യ പറയുമ്പോൾ അവളൊന്നുകൂടി വിറച്ചുപോയി. അത്രയും പവറുണ്ട് ആ വാക്കുകൾക്ക്. അയാൾക്ക് പരാതികളുണ്ട്. ഇനിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് മര്യാദക്ക് വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വാ. അതല്ല, ആളെ വിട്ടെടുപ്പിക്കണം. എമി മാഡം വേണമെങ്കിൽ എൻ്റെ കൂടെ ഈ ജീപ്പിൽ പോര്. നമുക്ക് മിണ്ടിയും പറഞ്ഞും പോവാലോ. കുറേ നാളത്തെ വിശേഷം നമുക്ക് മിസ്സായി പോയതല്ലേ, അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാമല്ലോ. അവർ തമ്മിൽ നേരത്തെ അറിയാമോ എന്നൊരു സംശയം സിജോയുടെ ഉള്ളിൽ ബലപ്പെട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ രണ്ടുപേരുടെയും നോട്ടം കാണുമ്പോൾ, സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തികച്ചും അപരിചിതരെ പോലെയും. ഞാനെൻ്റെ കാറിൽ വരാം, അതുവരെയും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും കടുപ്പത്തിൽ അങ്ങനെ പറയുമ്പോൾ സത്യയുടെ ചുണ്ടിൽ വീണ്ടും ഒരു ഗൂഢമായ ചിരി തെളിഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. അത്രയും പറഞ്ഞുകൊണ്ടവൻ ജീപ്പിലേക്ക് കയറി. എമി തിരികെ അവളുടെ കാറിലേക്കും. അവർക്ക് പിറകെ ആ ഓട്ടോക്കാരനും. സത്യജിത്ത്, കോളേജിലെ തന്റെ സീനിയർ. അതിനേക്കാൾ എമി മരിയക്കൊത്തൊരു എതിരാളി എന്ന് പറയുന്ന അവൻ ശരി. കണ്ടെന്നു മുതൽ മതിയായ കാരണങ്ങൾ ഏതുമില്ലാതെ തനിക്ക് ശത്രുവായവൻ. താൻ അവന് മുമ്പിൽ പണം കൊണ്ടും അത് വാരിക്കൊടുത്തുകൊണ്ട് നേടിയ ആൾബലം കൊണ്ടും താൻ പോരിനിറങ്ങുമ്പോൾ സമ്പത്തിന്റെയും ബന്ധങ്ങളുടെയും കാര്യത്തിൽ തനിക്കൊപ്പം പിടിച്ചെടുക്കാൻ കഴിയാത്ത കുറവ് അവൻ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ചെയ്യും. ഒന്നും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. തോൽക്കാതെ തോൽപ്പിക്കാൻ കഴിയാതെ രണ്ട് ശത്രുക്കൾ. കോളേജ് കാലഘട്ടം തീരും വരെയും എമി മരിയുടെ ശത്രുപക്ഷം തന്നെയായിരുന്നു സത്യജിത്ത്. അതെങ്ങനെ ആയിപ്പോയെന്ന് എത്ര ആലോചിച്ച് നോക്കിയാലും കാരണം കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് അതിലെ ഏറ്റവും വിചിത്രം. തമ്മിലുള്ള ശത്രുതയും പണി കൊടുക്കലുകളും അതാ കോളേജിൽ അറിയാൻ ഇനി ആരും ബാക്കിയില്ലായിരുന്നു. പഠനം പോലും രണ്ടുപേരും തുല്യം. ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് അങ്ങേയറ്റം വാശിയുള്ള രണ്ടുപേര്. അവൻ അവിടെ നിന്നും പഠനം കഴിഞ്ഞ് പോകും വരെയും അത് നിലനിന്നു. താനും അവനും തമ്മിലുള്ള പിണക്കം തീർക്കാൻ അധ്യാപകർ പോലും ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. കൂടുതൽ ശക്തമായി അത് തുടരുക തന്നെ ചെയ്തു. കോളേജ് പഠനം കഴിഞ്ഞ് അവൻ അവിടെ നിന്നും പോയത് മുതൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു ആദ്യം. വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനും ഒന്നും അവിടെ ആരുമില്ലാത്തപ്പോൾ തോന്നിയ ശൂന്യത. ജീവിതത്തിൽ ആദ്യമായി തനിക്ക് തോന്നിയ മിസ്സിങ് അത് അവനെയാണ്. പക്ഷെ അവസാന വർഷത്തിന്റെ തിരക്കിൽ പിന്നെ താനും അത് മറന്നുപോയിരിക്കുന്നു. പിന്നെ പരസ്പരം കണ്ടിട്ടില്ല. എങ്കിലും അന്നത്തെ ആ ശത്രുവിന് ഇടക്കൊക്കെ ഓർക്കും. ഇന്നത്തെ പലതും നാളെ ഓർക്കുമ്പോൾ ചിരി വരുമെന്ന് ഏതോ അധ്യാപകൻ പറഞ്ഞു പഠിപ്പിച്ചത് ഓർത്തുകൊണ്ട് അവനെ ഓർത്ത് ചിരിക്കും. പിന്നെ കാണുന്ന ഇന്നാണ്. അവനൊന്നും മറന്നിട്ടില്ല. അതാ മുഖത്തേക്ക് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അറിയാനും കഴിയും. അതുകൂടി ഓർക്കുമ്പോൾ എനിക്ക് ചെറുതല്ലാത്തൊരു പരിഭ്രമം തോന്നി. ഇനി ഈ അപകടത്തിന്റെ പേരിൽ എന്തൊക്കെ സഹിക്കേണ്ടി വരുവാവോ? അവൾ ടെൻഷനോടെ നെറ്റി തടവി. പെട്ടെന്നൊരു തോന്നലിൽ എമി ഫോൺ എടുത്തുകൊണ്ട് അവിടെ വക്കീലിനെ വിളിച്ചു. ഉണ്ടായതെല്ലാം പറഞ്ഞുകൊണ്ട് അയാളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. അഡ്വക്കേറ്റ് ശിവകുമാർ മിടുക്കനാണെന്നുള്ള ആശ്വാസം. അപ്പയുടെ കാലം തൊട്ടേ അവരുടെ കൂടെയുള്ള ആളാണ്. ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പിന്നെ എമി സ്റ്റേഷനിലേക്ക് കാർ ഓടിച്ചു. നിങ്ങൾ തമ്മിൽ ആദ്യം തന്നെ പരിചയമുണ്ടോ സത്യ സാറേ? അടക്കാൻ കഴിയാത്ത ആകാംക്ഷയോടെ സിജോ സത്യയോട് ചോദിച്ചു. ആര് തമ്മിൽ? അയാൾ എന്താണ് ഉദ്ദേശിച്ചെന്ന് അറിയാമായിരുന്നിട്ടും സത്യ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ തന്നെ ചോദിച്ചു. എമി മരിയ. ഓ, സിജോയുടെ മാഡം എമി മരിയ. സത്യ ഒരു ചിരിയോടെ എടുത്തു പറഞ്ഞു. അവന്റെ ആ ഭാവം സിജോക്കൊട്ടും പിടികിട്ടിയില്ല. അതവിടെ നിൽക്കട്ടെ, എമി മാഡവും താനും തമ്മിൽ എങ്ങനെയാ ബന്ധം? അതൊന്ന് പറഞ്ഞേ. കൈയുള്ള ഫോൺ തിരികെ പോക്കറ്റിലിട്ടുകൊണ്ട് ഉത്തരം വേണമെന്നൊരു ഭാഗത്തിൽ സിജോയെ നോക്കി സത്യ. അതൊരു വലിയ കഥയാ സാറേ. സിജോ തുടങ്ങി വെച്ചു. ചുരുക്കി പറയും, നമുക്കതിന് മാത്രം ടൈമില്ലല്ലോ. സത്യ ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി. മകളുടെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് പരക്കം പായുന്ന ടൈമിൽ യാതൊരു വഴിയും മുന്നിൽ അവശേഷിക്കാതെ പാടെ തകർന്നു പോയൊരു സാഹചര്യത്തിൽ തനിക്ക് മുന്നിൽ മാലാക പോലെ അവതരിച്ചൊരു എമി മരിയുടെ കാര്യം സിജോ വികാരപരിതനായി കണ്ണു നിറച്ചുകൊണ്ട് പറയുമ്പോൾ പണ്ട് CN കോളേജിൽ പണത്തിന്റെ മുമ്പിൽ തന്നോട് കാരണമില്ലാത്ത ദേഷ്യവും വാശിയും കൊണ്ടിടുന്ന എമി മരിയായിരുന്നു അവന്റെ മനസ്സിൽ. രണ്ടും തമ്മിൽ എന്തൊരു മാറ്റമാണ്. സിജോ പിന്നെയും എമിയെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ സേവനങ്ങൾ മാത്രം ചെയ്യുന്ന, അകമഴിഞ്ഞ് സഹായം ചെയ്യുന്ന, സങ്കടം പറച്ചിൽ ആരുടെയും ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന, ഒറ്റ രൂപ പോലും പാരിതോഷികം വാങ്ങിക്കാതെ എമി മരിയ ഏറ്റെടുത്ത് നടന്ന അവരുടെ ലയൺ ഫൗണ്ടേഷനെ കുറിച്ച്, അവരുടെ മിടുക്കുകൊണ്ട് വളർന്നു വലുതായ അവരുടെ ബിസിനസിനെ കുറിച്ച്, അപ്പന്റെ മരണശേഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ട വലിയൊരു സാമ്രാജ്യം യാതൊരു തട്ടുകേടുമില്ലാതെ കൊണ്ടുനടക്കുന്ന ആ 24 വയസ്സുകാരിയുടെ മനസ്സുറപ്പിനെ പറ്റി. അങ്ങനെ സത്യ കേൾക്കാത്ത, അവന് ഊഹിക്കുക പോലും ചെയ്യാത്ത കഥകളായിരുന്നു അതിലേറെയും. സത്യക്ക് എത്തിക്കഴിഞ്ഞാണ് എമി സ്റ്റേഷനിൽ എത്തിയത്. ഇതുപോലൊരു കാര്യമായി അങ്ങോട്ട് കയറി ചെല്ലുന്നതിന്റെ എല്ലാ ചടപ്പോടെയും കൂടിയാണ് ആൾ കാറിൽ നിന്ന് ഇറങ്ങിയത്. ശിവങ്ങൾ വന്നിട്ട് അകത്തേക്ക് പോകാമെന്ന് ഉറച്ചുകൊണ്ടവൾ അയാൾ ഒന്നുകൂടി വിളിച്ചു നോക്കി. അയാൾ അങ്ങോട്ട് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ.
മേഡത്തെ സത്യസാറ് വിളിക്കുന്നതെന്ന് അവിടെ നിന്ന് ഒരാൾ പറയുമ്പോൾ എമിക്ക് പിന്നെ അങ്ങോട്ട് പോവാതെയും വയ്യായിരുന്നു. ആ വിളിച്ച ആൾക്കൊപ്പം അവളും അകത്തേക്ക് ചെന്നു. ഇവിടെ ഇരിക്കും, സാറ് വിളിക്കും. സത്യയുടെ റൂമിന് മുമ്പിലിട്ട ചെയറിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ആൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആ മുറിയിൽ നിന്നും സത്യയുടെ സംസാരം കേൾക്കുന്നുണ്ട്, ആരെയോ ഫോണിൽ വിളിക്കുന്ന പോലെ. അതിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ അതൊരു ഒഫീഷ്യൽ കോളല്ലെന്നും എമിക്ക് മനസ്സിലായി. അതായത് അകത്തുള്ളവൻ സംസാരം വെറുതെ നീട്ടിക്കൊണ്ട് തന്നെ മനഃപൂർവ്വം കാത്തിരിപ്പിക്കാനുള്ള പ്ലാനാണെന്ന് മനസ്സിലായതും അവളിൽ ആ പഴയ വാശിക്കാരി ഉണർന്നു തുടങ്ങി. എമി ഇരുന്നിടന്ന് എഴുന്നേറ്റുകൊണ്ട് ആ വാതിൽ തുറന്നു. അത് പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തിൽ സത്യ അവളെ തുറിച്ചു നോക്കുന്ന കണ്ടു. വിളിച്ചെന്ന് പറഞ്ഞു. അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് എമി പറഞ്ഞു. വിളിക്കും, ഞാനൊരു അർജന്റ് ഉള്ള പുറത്തിരിക്കും. സത്യ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു എമി. ആഹാ, അത്രക്കായ സത്യ സാറ് എന്നൊരു ഭാഗത്തിൽ അവന്റെ മുറിയിലേക്ക് കയറിയത് ഒരുമിച്ചാണ്. നിനക്കെന്താണ് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സത്യ ദേഷ്യത്തോടെ ചോദിച്ചിട്ടും എമി ബാബേതൊന്നുമില്ലാതെ അവന്റെ ടേബിൾ മുന്നിലേക്കിട്ട കസേരയിൽ പോയിരുന്നു. അതോടെ അവളെ പുറത്താകാൻ കഴിയില്ലെന്ന് ഉറപ്പായതുകൊണ്ട് സത്യ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിപ്പിക്കുമ്പോൾ എമി ചിരിയോടെ അവനെ നോക്കി. ഓഹോ, എമി മേഡം കരുതിക്കൂട്ടി തന്നെയാണല്ലോ. ഗൂഢമായൊരു ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് മുമ്പിൽ തന്റെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. അതിപ്പോ സത്യ സാറും അങ്ങനെ തന്നെയാണല്ലോ. അതേ ചിരിയോടെ തന്നെ അവൾ ഉത്തരം പറഞ്ഞു. ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവനൊന്ന് തലയാട്ടി. എന്നിട്ട് ടേബിൾ തന്നെയുള്ള ബെല്ലിൽ കൈയമർത്തി. അത് കേട്ട് കയറി വന്ന ആളോട് സന്തോഷിനെ വിളിക്കെന്ന് പറഞ്ഞുകൊണ്ടവൻ വീണ്ടും എമിയെ നോക്കി. അവൾ അവനെയും. ആർക്കിടയിലേക്ക് ആ ഓട്ടോക്കാരൻ കയറി വരുമ്പോൾ വീണ്ടും സത്യ ചിരിച്ചു. എനിക്ക് പരാതിയുണ്ട് സാറേ. അവനൊന്നും ചോദിക്കാതെ തന്നെ പറയുമ്പോൾ എമി അവനെ തുറിച്ചു നോക്കി. തനിക്ക് അവന് പുതിയ ഓട്ടോ വാങ്ങിത്തരാം, എങ്കിൽ ആ പരാതി ചുറ്റിക്കൂട്ടി അറിയാമോ? സത്യയുടെ ചിരി അവൾ അത്രമാത്രം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് പരാതിയുണ്ട്. സന്തോഷം അവളെ നോക്കുകൂടി ചെയ്യാതെ വീണ്ടും സത്യയോടായി പറഞ്ഞു. നോക്ക് സത്യ, ഇത് നീ ആളും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എമി എഴുന്നേറ്റുകൊണ്ട് സത്യയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മൈൻഡ് യുവർ വേർഡ്സ് ആൻഡ് കോൾ മീ സർ. അവൾക്ക് മാത്രം മനസ്സിലാവുന്ന വന്യമായൊരു ചിരിയോടെ കസേരയിൽ ചാരിയുന്നുകൊണ്ട് കയ്യിലെ പേനയൊന്ന് കറക്കിക്കൊണ്ടവൻ പറയുമ്പോൾ എമിയൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് കസേരയിൽ തന്നെ ഇരുന്നു. സോറി സർ. അവന്റെ അതേ ഭാഗത്തിൽ തന്നെയാണ് അവളത് പറഞ്ഞത്. വണ്ടിയുടെ പേപ്പേഴ്സ്. ആൾക്ക് മുന്നിലേക്ക് സത്യ കൈ നീട്ടി. ബാഗ് തുറന്നുകൊണ്ട് എമി അവന്റെ കയ്യിലേക്ക് ലൈസൻസ് അടക്കമുള്ള വെച്ചു കൊടുത്തു. നാട്ടുകാരുടെ നെഞ്ചത്ത് വണ്ടി ഓടിച്ചു കയറാനുള്ള ലൈസൻസ് അല്ല എമി മാഡം ഇത്. ആളുടെ ലൈസൻസ് ഉയർത്തി കാണിച്ചുകൊണ്ടവൻ അല്പം പരിഹാസത്തോടെ പറഞ്ഞു. നല്ലപോലെ ദേഷ്യം ഉണ്ടായിട്ടും എമി അതെല്ലാം അടക്കി പിടിച്ചിരുന്നു. അതെനിക്കറിയാം. എത്ര ശ്രമിച്ചിട്ടും ആളുടെ ഉള്ളിലെ ദേഷ്യം ആ വാക്കുകളിൽ പറ്റിപ്പിടിച്ചു. അത് എനിക്കും അറിയാം. എമി മാഡത്തിന് പിന്നെ പണ്ടേ എല്ലാം അറിയാലോ. ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നൊരു ഒറ്റ മൈൻഡും ഒരു മാറ്റവും ഇല്ല അല്ലേ? നോക്ക് സത്യ, പണ്ടത്തെ പ്രശ്നത്തിന് നീ ഇതൊന്നും വെച്ചിട്ട് എന്നോട് പ്രതികാരത്തിന് നിൽക്കല്ലേ. കോൾ മീ സർ. വല്ലാത്തൊരു നോട്ടത്തോടെ ചിരിയോടെ അവനത് വീണ്ടും താളത്തിൽ പറയുമ്പോൾ എമിയുടെ മുഖം ചുവന്ന് വിങ്ങി. അവന്റെ തലമണ്ട നോക്കി അടിച്ചു പൊട്ടിക്കാനുള്ള അത്രയും കലിയോടെ അവൾ മുഖം കുനിച്ചിരുന്നു. ഗൂഢമായ ഒരു ചിരി ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് സത്യയുടെ നോട്ടം അപ്പോഴും ഇടയ്ക്കിടെ അവളിലേക്ക് നീളുന്നുണ്ട്. ഇന്നിനി എന്തായാലും എനിക്ക് ടൈമില്ല. രണ്ടാളും പോയിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് പോവാ. എനിക്കൊരു അത്യാവശ്യത്തിന് പുറത്തു വേണ്ടതുണ്ട്. എമി കൊടുത്ത പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് കണ്ടതും അതെല്ലാം അവൾക്ക് തന്നെ തിരികെ കൊടുത്തുകൊണ്ട് സത്യ എഴുന്നേറ്റു. സന്തോഷം അത് കേട്ടവായി തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്റെ വക്കീൽ വരും, എനിക്ക് തീർപ്പാക്കണം സർ. പോയിട്ട് വേറെ അത്യാവശ്യം സാറിന് മാത്രമല്ല എനിക്കുള്ളതാ. എമി അവൻ പോവാനൊരുങ്ങുന്ന കണ്ടതും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നാട്ടുകാരുടെ നെഞ്ചത്ത് വണ്ടി ഓടിച്ചു കയറ്റുമ്പോൾ ഓർക്കണം, ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വരുമെന്ന്. സത്യ നിസ്സാരം എന്ന പോലെ പറഞ്ഞു. എമി അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. 5 മിനിറ്റ്, വക്കീലടുത്തുണ്ട്, ഇപ്പൊ വരും. നിന്നെയും നിന്റെ വക്കീലിനെയും കാത്തിരിപ്പല്ല എന്റെ പണി. അതിനല്ല, എനിക്ക് സർക്കാർ സാലറി തരുന്നു. എമിയുടെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ടവൻ മുന്നോട്ട് നടന്നു. ആ കാർ അവിടെ കിടന്നോട്ടെ, ഇതിനൊരു തീർപ്പായിട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി. ഇപ്പൊ എമി മാഡം ഒരു ഓട്ടോ പിടിച്ച് വീട് പിടിക്കാൻ നോക്ക്. വാതിൽക്ക് എത്തിയിട്ട് എമിക്ക് നേരെ നോക്കി അതുകൂടി പറഞ്ഞിട്ടാണ് സത്യ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അവന്റെ ജീപ്പ് കയറ്റി കിടന്നിറങ്ങിയ ആ നിമിഷം തന്നെ എമിക്ക് വേണ്ടി അവളുടെ വക്കീൽ അങ്ങോട്ട് വന്നിരുന്നു. എമി പല്ലടിച്ചുകൊണ്ട് നോക്കി നിന്നു. അവനിത് മനഃപൂർവ്വം ചെയ്യുന്നെങ്കിൽ. എമി അടക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ ആളുടെ വക്കീലിനെ നോക്കി. അങ്ങനെ ഒരു സംശയം അത് അയാൾക്കുമുണ്ട്. കാരണം അന്നത്തെ ആ അപകടം, അന്ന് സത്യ പിടിച്ചിട്ട് എമിയുടെ കാറ് ആൾക്ക് ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത്രയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ലാത്തൊരു കേസ്. എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാൻ എമി ഒരുക്കവുമാണ്. പക്ഷേ കേസ് മതിയെന്ന് ചാടി പിടിക്കുന്ന സന്തോഷ് പോലും സത്യയുടെ ആളാണ്. അല്ലെങ്കിൽ പിന്നെ അവനൊരു 4 ഓട്ടോ, അതും പുതിയത് വാങ്ങിക്കാനുള്ള കാശ് കൊടുക്കാമെന്ന് പോലും എമി പറഞ്ഞിട്ട് കേസ് എന്നൊരു പള്ളിപാടി വിഡ്ഢിയാവുന്നു. സമയനഷ്ടവും അതിന്റെ പിറകെയുള്ള ഓട്ടവും. അതിനേക്കാൾ എമിക്ക് വലുത് സ്റ്റേഷനിൽ പിടിച്ച തന്റെ പ്രിയപ്പെട്ട കാർ തന്നെയാണ്. മരിക്കുന്നതിന് മുമ്പ് അപ്പ തന്ന ഗിഫ്റ്റ്. അതിനേക്കാൾ വില കൂടിയ ഒരുപാട് വണ്ടികൾ വീട്ടിലെ ഗ്യാരേജിൽ കിടപ്പുണ്ട്. പക്ഷേ മറ്റൊന്നിനോടും തോന്നാത്ത വിധം ഒരു അറ്റാച്ച്മെന്റ് അവൾക്ക് ആ കാറിനോടുണ്ട്. ഒരുപാട് ആശിച്ച് മോഹിച്ച് കിട്ടിയതൊന്നുമല്ല, പക്ഷെ അത് കിട്ടിയത് അപ്പയുടെ കൈ കൊണ്ടാണെന്നുള്ള സെന്റിമെന്റൽ അവൾക്ക് അല്പം കൂടുതലാണ്.
ഇതിപ്പോ അന്ന് കണ്ടതിൽ പിന്നെ സത്യയെ നേരിട്ട് കാണാൻ പോലും അവൾക്ക് പറ്റിയിട്ടില്ല. വക്കീൽ വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ വരാൻ പറയും, അത് എമിയെയും കൂട്ടി. എന്നാൽ അങ്ങോട്ട് ചെന്നാലോ അവരെത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്തോ അത്യാവശ്യം വന്നിട്ട് അവൻ പോയെന്നുള്ള അറിവാണ് കിട്ടുന്നത്. ഇതിപ്പോ ഇങ്ങനെ 2-3 പ്രാവശ്യമായി. നമുക്കതിന് വീട്ടിൽ പോയിട്ടൊന്ന് കണ്ടാലോങ്കിൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. തോറ്റുകൊടുക്കില്ലെന്നൊരു വാശി പോലെ എമി ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വക്കീലും സമ്മതിച്ചു. സത്യയില്ലേ? എമി വാതിൽ തുറന്നു വന്ന നൈർമല്യമുള്ള അമ്മയോട് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പകപ്പ് കണ്ടു. സത്യത്ത് സാറില്ലേ മാഡം? ഞങ്ങൾ സ്റ്റേഷനിൽ പോയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സാറ് ലീവാണെന്ന് അറിഞ്ഞു. ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. വക്കീൽ കുറച്ചുകൂടി നയത്തിൽ കാര്യം അവതരിപ്പിക്കുമ്പോൾ ആ അമ്മ എമിയെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ കയറി വരും. ആ ചിരിയോടെ തന്നെ അവർ അകത്തേക്ക് ക്ഷണിച്ചു. ആഡംബരമൊന്നുമില്ലാത്ത ഒരു സാധാരണ വീട്. പക്ഷെ അതിനുള്ളിൽ കണ്ട വൃത്തിയും വെടുപ്പും അത് അസാധാരണമാണ്. അവനിപ്പോ വരും. അകത്തേക്ക് പോയിട്ട് വന്ന ആ അമ്മ പറഞ്ഞു. അവരുടെ മുഖത്ത് ചേർത്ത് വരച്ച പോലെയുള്ള ആ ചിരി അപ്പോഴുമുണ്ട്. സത്യക്ക് ആ ചിരിയാണ് കിട്ടിയെന്ന് എമി വെറുതെ ഓർത്തുപോയി. സാധാരണ അവനെങ്ങനെ സ്റ്റേഷൻകാരിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാറില്ലല്ലോ. ഇതിപ്പോ എന്തേ ആവോ? ആ അമ്മയുടെ സംസാരത്തിന് മറുപടിയൊക്കെ മുന്നേ സ്വതവേയുള്ള ഗൗരവത്തോടെ സത്യം ഇറങ്ങി വന്നു. ഗുഡ് ഈവനിങ് സർ. വക്കീൽ അവനെ കണ്ടയുടനെ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞെങ്കിലും എമി ഇരുന്നിടന്ന് എഴുന്നേറ്റില്ല. ഗുഡ് ഈവനിങ്. ഗൗരവത്തോടെ മറുപടി പറയുന്നത് വക്കീലിനോടാണെങ്കിൽ കൂടിയും അവന്റെ രൂക്ഷമായ നോട്ട് എമിക്ക് നേരെയായിരുന്നു. അത് കണ്ടിട്ടാവും അവന്റെ അമ്മ ചിരി ഒതുക്കി പിടിച്ച് അകത്തേക്ക് പോയി. എന്താ കാര്യം? ഒന്നും അറിയാത്തപ്പോൾ അവന്റെ ചോദ്യം എമിക്ക് പറഞ്ഞു കയറി. നിനക്കറിയില്ലേ സത്യ? അവൾ എഴുന്നേറ്റുകൊണ്ട് അല്പം ഉറക്കെ തന്നെ ചോദിച്ചു. ഇല്ലല്ലോ. അവനൊരു താളത്തിൽ പറഞ്ഞുകൊണ്ട് കസേരയിൽ ചാരിയുന്നുകൊണ്ട് അവളെ നോക്കി. നോക്ക് സത്യ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്. എനിക്ക് ഒരുപാട് തിരക്കുണ്ടായിട്ട് ഞാൻ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ നിനക്ക് നന്നായിട്ട് രസിക്കുന്നുണ്ട്. എനിക്കറിയാത്. അതുകൊണ്ട് ഇനി അധികം കളിപ്പിച്ചതിന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അവന്റെ ഒരു ഒടുക്കത്തെ അഹങ്കാരം നിനക്കറിയില്ലെന്നെ. വാശി പിടിച്ചാലേ ഞാൻ മോശ. വിരൽ ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എമി നന്നായി കിതച്ചു പോയിരുന്നു. 2-3 ദിവസം ഈ ഒരൊറ്റ കാരണം കൊണ്ട് സത്യമായിട്ട് കളിപ്പിച്ചതിന്റെ ദേഷ്യവും വാശിയും ഒക്കെ അവളുടെ സ്വരത്തിലുണ്ട്. എമി മാഡം, കോൾ മീ സർ. അത്രയൊക്കെ ദേഷ്യത്തിൽ അവൾ പറഞ്ഞിട്ടും അവൻ അതാണ് ആദ്യം പറഞ്ഞത്. അവൻ ചിരിയോടെ. എനിക്ക് സൗകര്യമില്ല, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ അവന് സാറ് വന്നേക്കുന്നു. ആ ചിരി കൂടി കണ്ടതോടെ അവളിലെ നിയന്ത്രണം പാടെ നഷ്ടം വന്ന് കഴിഞ്ഞിരുന്നു. നിനക്ക് നിന്റെ കാറ് വേണ്ടേ? നിന്റെ അപ്പന്റെ ഗിഫ്റ്റ് അല്ലേ അത്? നിനക്ക് ഈ കേസിൽ നിന്ന് ഊരി പോരേണ്ടേ എമി മാഡം? അവൻ അതേ ചിരിയോടെ തന്നെ എഴുന്നേറ്റു. അത് നീ പുഴുങ്ങി തിന്നോ? ദേഷ്യം കൊണ്ട് അവൾ കണ്ണു കാണാത്ത അവസ്ഥയിലാണപ്പോൾ. ഒത്തുകിട്ടി അവനെ വലിച്ചു കീറുന്നൊരു മട്ടിലാണ് നോട്ടം പോലും. മോളെ എമി, സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ട് രണ്ടാളിത് എങ്ങോട്ടാ പോകുന്നൊരു സ്റ്റേഷൻ കിട്ടാതെ പതിരി നിൽക്കുന്ന വക്കീലാൽ പുറകെ തന്നെ പറഞ്ഞു. ഇവൻ മനഃപൂർവ്വം ചെയ്യുവാങ്കിൽ പണ്ണിങ്ങാട്ട് കോളേജിലാണെന്ന് ഇഷ്യൂ മനസ്സിലിട്ട് ഇവനോട് പകുതി തീർക്കുക. അവന്റെ തൊപ്പിയും സാറുകളി കാണിച്ചു തരാൻ ഞാൻ എനിക്ക്. വക്കീലിനോടാണ് എമി പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നെ അത് വീണ്ടും സത്യക്ക് നേരെ തിരിഞ്ഞു. അവനൊരു അടക്കി പിടിച്ച ചിരിയോടെ നെഞ്ചിൽ കൈകെട്ടി അവളെ തന്നെ നോക്കി നിൽപ്പാണ്. ഞാൻ പോവാ, എനിക്ക് ഇതിന്റെ സഹായം വേണ്ടിനി. എന്റെ കാറെങ്ങനെ തിരികെ മേടിക്കണമെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ കോളേജിൽ വെച്ച് കാണാം. കാണിച്ചിരുന്നില്ല ഞാൻ അവന്റെ ഒരു പ്രതികാരം. സത്യം ഒന്നുകൂടി തറപ്പിച്ചു പോയിക്കൊണ്ട് എമി പുറത്തേക്ക് നടന്നു. എന്റെ അമ്മ ചായ എടുക്കുന്നുണ്ടാവും, കുടിച്ചിട്ട് പോയിക്കോ എമി മാഡം. പിന്നിൽ നിന്ന് ചിരിയോടെ തന്നെ സത്യ വിളിച്ചു പറയുമ്പോൾ വക്കീൽ ഇതെന്തു കൂത്തിയെന്നൊരു ഭാഗത്തിൽ അവർ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. നീ തന്നെ കുത്തിയിരുന്നങ്ങോട്ട് കുടിച്ചോ കേട്ടോണം സത്യജിത്തെ. കടുപ്പത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ കയറി ഡോർ വലിച്ചടച്ചു. വന്ന കാര്യം ഇതൊന്നുമല്ലല്ലോ എന്നായിരുന്നു വക്കീൽ അപ്പോൾ ഓർത്ത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി പരിപാടി ഒന്നുകൂടി വലുതാക്കി വഷളാക്കാനാണോ ഈ കുട്ടിയെന്നെ വിളിച്ചിട്ട് വന്നതെന്നൊരു ചിന്തയിലാണ് വക്കീൽ അപ്പോഴും. പക്ഷേ പുറത്തുനിന്ന് എമി ഉറക്കെ ഓൺ മുഴക്കിക്കൊണ്ട് അതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ പോട്ടെ. ഓ ആയിക്കോട്ടെ. ഗൂഢമായ ഒരു ചിരിയോടെ തന്നെ നോക്കുന്ന സത്യയോട് പറഞ്ഞുകൊണ്ട് അയാൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പോയോ? അവരുടെ കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവന്റെ അമ്മ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു. ഗേറ്റ് കടന്നു പോകുന്ന കാറിനെ നോക്കി നനുത്തൊരു ചിരിയോടെ അവനൊന്ന് മൂളി. ഒടുവിൽ നീ അടുത്തെത്തി ചേർന്നു അല്ലേ? ആറ് വാത്സല്യത്തോടെ അവന്റെ തോളിൽ നടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നും മിണ്ടാതെ അമ്മയൊന്ന് ചേർത്തണച്ചുകൊണ്ട് കണ്ണു ചിമ്മി കാണിച്ചിട്ട് അവൻ തിരികെ മുറിയിലേക്ക് തന്നെ നടന്നു. എമി മരിയ വെറുതെ പറഞ്ഞതായിരുന്നില്ല. ഉന്നതങ്ങളിൽ അവൾക്കുള്ള പിടിപാടിനെ കുറിച്ച് പിറ്റേന്ന് മുതൽ സത്യം അറിഞ്ഞു തുടങ്ങി. ആ കേസ് ഒഴിവാക്കി വിടണം. പരാതിക്കാരന് വേണ്ടെന്തോ ആ കൊടുക്കാൻ എമി ഒരുക്കാണല്ലോ. അങ്ങനെ തന്നെ ആ കേസ് ക്ലോസ് ചെയ്യണം. വിളിച്ചവർക്കെല്ലാം പറയാൻ ഒരേ ആവശ്യം. പക്ഷേ തോറ്റു കൊടുക്കാൻ സത്യ ഒരുക്കമായിരുന്നില്ല. അവനൊപ്പം കട്ടക്ക് നിൽക്കാൻ സന്തോഷം. സത്യക്ക് വേണ്ടി കാലിന് ചതുണ്ടാക്കി അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ട് കേസിന്റെ ബലം കൂട്ടി. കാറിടിച്ച് ഒടിഞ്ഞു പോയെന്ന് റിപ്പോർട്ട് വന്നതും കാശ് വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ തീരുമാനമില്ലെന്നും തനിക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ തന്നെ ആക്കി തീർത്ത എമിക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടും വരെയും തന്റെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് സന്തോഷ് സത്യക്ക് വേണ്ടി അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്തു. അത് അവനും സത്യവും തമ്മിൽ ഒളിച്ചു കളിയാണെന്നൊക്കെ എമി വാദിച്ചു നോക്കിയെങ്കിലും സത്യവും സന്തോഷവും കാര്യമായിട്ട് തന്നെയാണ്. രണ്ടുപേരും രണ്ടുതരം വാശിയിൽ ഉറച്ചു നിന്നു. ഒടുവിൽ തന്റെ കാറ് അനധികൃതമായി സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് എമി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം.
പണ്ട് കോളേജിൽ വെച്ച് നടന്നൊക്കെ അതിനു മുമ്പിൽ അത്ര നിസ്സാരമെന്ന് തോന്നും വിധം രണ്ടുപേരും രണ്ടുതരം ന്യായങ്ങളിൽ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ അതിന്റെ വിജയത്തിനായി പരിശ്രമിച്ചപ്പോൾ ആ കേസ് അങ്ങനെ ദിവസങ്ങളോ ആഴ്ചകളും കടന്നുപോയി. എന്നിട്ടും ഒന്നും ആയില്ല. ആ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വ്യക്തമായി അറിയാവുന്ന സത്യയും ജയിക്കാൻ വേണ്ടതെല്ലാം വക്കീൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത എമിയും നിത്യജീവിതത്തിൽ എല്ലാത്തിനെയും കേസ് ബാധിച്ചു തുടങ്ങി. എന്നിട്ട് രണ്ടുപേർക്കുള്ള വാശി മാത്രം കുറഞ്ഞുമില്ല. അവന് മുന്നിൽ തോറ്റെടുത്തിട്ട് എനിക്ക് ജയിക്കേണ്ടെങ്കിൽ ആ കാറ് അതെനിക്ക് അപ്പയുടെ ഓർമ്മയാണ്. ഞാനത് എത്ര പ്രാവശ്യം അവനോട് പറഞ്ഞു. അപ്പൊ അവന് ഒടുക്കത്തെ ജാട. അല്ല, അത് ജാടയൊന്നല്ല, അവനോട് ദേഷ്യം തന്നെയാണ്. കോളേജ് മുതൽ ഞാൻ അവന്റെ ശത്രു. അത് തീർക്കാൻ പറ്റാത്ത ഇപ്പോ ഇങ്ങനെ അവൻ തീർക്കുന്നു, അത്ര തന്നെ. വല്ലാത്തൊരു നിരാശയിൽ പറയുന്നവൾക്ക് നേരെ നോക്കി വക്കീൽ ഒരു നിമിഷം ഇരുന്നു പോയി. ഇത്രയും നാളത്തെ അയാളുടെ സർവീസിൽ ഇതുപോലൊരു തോൽവി ആദ്യമായിട്ടായിരുന്നു. അതിന്റെ ഒരു നിരാശ അയാൾക്കുണ്ട്. അത്രയും കാര്യമായിട്ട് തന്നെയാണ് സത്യം വാദിക്കുന്നത്. കൂടെ നിൽക്കാൻ സന്തോഷിന് ഓഫർ ചെയ്ത കാശിന് അവനൊരു കടലാസ് കഷ്ണത്തിന്റെ വില പോലും നൽകുന്നില്ലെന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എനിക്ക് മടുത്തു അങ്കിൾ. ഓഫീസ് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ എടുക്കേണ്ടെന്ന് അങ്കിളിന് അറിയാലോ. അതിന് പുറമെ ഇതുകൂടി എനിക്ക് വയ്യ. ഓടി ഓടി മടുത്തു. എന്നിട്ട് വല്ലതും ആയോ? അതുമില്ല. അവനിത് തുടർന്നാലും പ്രശ്നമൊന്നുമില്ലെന്നൊരു മട്ട. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇനി ഓഫീസിൽ മാത്രം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എൻ്റെ അപ്പനെ ഏൽപ്പിച്ചു പോയതിന് എനിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നമ്മളിതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ സത്യം വിളിച്ച് പറയണം. ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് എമ്മി പറഞ്ഞു നിർത്തി. പിന്നെ ആ കാറ് അതിനെ അവന് തോന്നുമ്പോൾ വിട്ടേരട്ടെ. അത് പറയുമ്പോൾ മാത്രം അവിടെ ശബ്ദമിടറി. എക്സ്ക്യൂസ് മീ. പിന്നിൽ നിന്നും കേട്ട ശബ്ദം. എമിയും വക്കീലും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത്. അവനാണ് സത്യം. യൂണിഫോമിലൊന്നുമല്ല, എങ്കിലും ആ തലയെടുപ്പിനും ഗൗരവത്തിനും ഒട്ടും കുറവില്ല. എമിയുടെ മുഖം കെടുത്തു. നിനക്കിനി എന്ത് വേണം? സത്യമറിയാത്തന്നെ അവളുടെ സ്വരമുറുകി. വക്കീൽ സർ പ്ലീസ്. അവനൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ വക്കീൽ എമിയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞാണെന്നു. ഇനി എന്തിനാ നീ വന്നേ? എമി ദേഷ്യത്തോടെ ചോദിച്ചു. നിന്നെ കാണാൻ. മറുപടി പറയുമ്പോഴും എപ്പോഴത്തെയും പോലെ ഒരു ചിരിയുണ്ടവന്. ഓ, നീ ജയിച്ചിരിക്കുന്നത് സന്തോഷായിരിക്കാൻ വേണ്ടിയാവല്ലേ? അല്ല. അല്ലേ പിന്നെ പുതിയ എന്തെങ്കിലും വെല്ലുവിളിയും കൊണ്ടാവും. അതുമല്ല, തോറ്റിരിക്കുന്ന എന്നെ കണ്ട് സന്തോഷിക്കാനാവും. അല്ലെന്നേ, അതിന് എമി മാഡം തോറ്റില്ലല്ലോ. നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഓക്കെ, സമ്മതിച്ചു. എമിക്ക് തലവിരുത്തവൻ അങ്ങനെ കണ്ടപ്പോൾ അവൻ പറയുന്ന ആത്മാർത്ഥമാണെന്ന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ മുഖത്തെ കള്ളത്തരം ആൾക്ക് ആ കൺഫ്യൂഷൻ തോന്നിപ്പോകും പോലെ ഒരു ചുഴി. സത്യമാണോ? അത് മനസ്സിലായിക്കൊണ്ടാവും അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ആദ്യ കാഴ്ചയിൽ നിന്നൊന്നും പറയുന്നില്ല, പക്ഷെ നീ എന്നിലെപ്പോഴൊക്കെ കയറി കൊളുത്തിയിരുന്നു. കാരണമില്ലാതെ വഴക്കുണ്ടാക്കി നടന്നൊക്കെ ആ ഇഷ്ടത്തോടെ തന്നെയായിരുന്നു. എമി മരിക്കുമ്പോൾ ഞാൻ തോറ്റു തരാതിരുന്നതേ വീണ്ടും വീണ്ടും വെല്ലുവിളി കൊണ്ടും പുതിയ പണികൾ കൊണ്ടും നീ എന്നിലേക്ക് തന്നെ തിരികെ വരാനായിരുന്നു. അതും എൻ്റെ സ്നേഹമായിരുന്നു. തുറന്നു പറയാൻ ഭയന്ന് മാറിയുന്ന സത്യത്തിന്റെ പ്രണയം അങ്ങനെയായിരുന്നു പ്രകടമാക്കിയത്. അതങ്ങനെ ചെയ്യാൻ എനിക്കപ്പോൾ കഴിയുമായിരുന്നുള്ളൂ. സത്യയുടെ പ്രണയിനിയായി എമി മരിയെ ചേർത്ത് പറയുന്ന കേൾക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചു. പക്ഷെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ എമി മരിക്ക് പറ്റിയ ആളെയല്ലായിരുന്നു ഞാനെന്നൊരു തോന്നൽ. അതുകൊണ്ട് പറഞ്ഞില്ല, അറിയിച്ചില്ല. പകരം വഴക്കുണ്ടാക്കി. സത്യയുടെ ശത്രുവാണ് എമി എന്ന് കേൾക്കാൻ വേണ്ടി തന്നെ. അതിലും വല്ലാത്തൊരു സുഖമുണ്ടായിരുന്നു അന്നൊക്കെ. ഇന്നും എമി മരിയുടെ നമ്പർ 1 ശത്രു ഞാൻ തന്നെയാണ്, അല്ലേ? അന്നുവരെയും കാണാത്ത, അറിയാത്ത, അനുഭവിക്കാത്തൊരു ഭാവത്തിൽ അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും എമിക്ക് അപ്പോഴും അതൊന്നും പൂർണ്ണമായി വിശ്വാസമാവാത്ത പോലെയാണ്. തേടി പിടിച്ചു വന്നാൽ ഞാൻ ഇനി ഇതൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പറയാഞ്ഞുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് നാളെ ഒരിക്കലും ഓർത്തുകൊണ്ട് എനിക്ക് വേദനിക്കാതിരിക്കാൻ എനിക്കിത് പറഞ്ഞേ തീരൂ. അപ്പോഴും നീ എന്നെ ഇഷ്ടപ്പെടുന്നൊന്നും പറയുന്നില്ല ഞാൻ. ഇന്ന് എനിക്ക് ആ ധൈര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കിന്നും പറഞ്ഞുതരാനും കഴിയില്ല. പക്ഷെ ഒന്നറിയാം,
നിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, നിറവുണ്ട്. അതെനിക്ക് എൻ്റെ ആയുസ്സുള്ള അത്രയും വേണമെന്നുണ്ട്. നീ അനുവദിക്കുമെങ്കിൽ മാത്രം. കണ്ണി ചെമ്മി ചിരിച്ചുകൊണ്ടാൻ പറഞ്ഞപ്പോഴും ആളവനെ മിഴിച്ചു നോക്കി. നിന്റെ കാറിന്റെ കീ. തന്നെ നോക്കി നിൽക്കുന്ന എമ്മിയുടെ കൈ പിടിച്ചെടുത്തുകൊണ്ടവൻ കീ വെച്ചു കൊടുത്തു. കാറ് സുരക്ഷിതമാ, നീ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഞാനും സേഫ് ആക്കിയിട്ടുണ്ട്. സൗകര്യം പോലെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോ. എനിക്കറിയാം അത് നിന്റെ അപ്പയുടെ ഓർമ്മയാണെന്ന്, നിനക്കൊരിക്കലും വിലമതിക്കാനാവാത്തതാണെന്ന്. പൊതിതീന് മുമ്പേ അച്ഛനെ നഷ്ടപ്പെട്ട് എനിക്കത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ എമി? എമി അവനെ സൂക്ഷിച്ചു നോക്കി. പോട്ടെ. അവൻ യാത്ര ചോദിച്ചിട്ട് കൂടി അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. ആ തുറന്നു പറച്ചിൽ നൽകിയ ഷോക്കിൽ നിന്നും അതുവരെയും പുറത്തു വരാത്ത പോലൊരു ഫീല്. സത്യം നന്നായി പോയെന്നൊന്നും കരുതണ്ട കേട്ടോ. കൺമുമ്പിൽ നീ വരരുതെന്ന് പറയുമ്പോഴേ സത്യജിത്ത് എമി മരിയയ്ക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. അതിപ്പോൾ ശത്രുവായിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും ഞാൻ ഓക്കെയാണ്. പക്ഷേ ശല്യപ്പെടുത്തില്ല ഞാൻ. അതുവരെയുള്ള ആതൃഭാവം മാറി അവന് വീണ്ടും ഒരു കള്ളത്തിൽ നിറഞ്ഞു. ബൈ. പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ സത്യ വന്ന പോലെ തന്നെ തിരിഞ്ഞുപോയി. പക്ഷേ കണ്ണിൽ നിന്ന് മറയും വരെയും അവൻ അവിടെ തിരിഞ്ഞു നോക്കുന്നത് അവൾ കാണുന്നുണ്ട്. എമി മരിയയോട് സത്യജിത്തിന് പ്രണയം, യാതൊരു സാധ്യതയുമില്ലാത്തൊരു കാര്യം. പിന്നിലോട്ട് ഒരുപാട് തിരഞ്ഞിറങ്ങിയിട്ടും അങ്ങനെ ഒരു ഭാവത്തോടെ, നോട്ടത്തോടെ, വാക്കുകളോടെ അവനെ ഒരിടത്ത് അവൾ കണ്ടതുമില്ല. ആ കോളേജിൽ അന്ന് പഠിച്ചിറങ്ങി ആരും അത് ഇപ്പൊ പറഞ്ഞാലും വിശ്വസിച്ച് തരികയുമില്ല. എമിക്ക് ശ്വാസം മുട്ടുന്ന പോലെയാണ് അത് ഓർക്കുമ്പോഴൊക്കെയും സത്യം തന്നെയാവും. കാരണം അത്രയും ആത്മാർത്ഥതയോടെ ആണൊരുത്തൻ കണ്ണിൽ നോക്കി പറഞ്ഞതാണ് ഇഷ്ടം. അവനൊരുപാട് സ്നേഹിച്ചിരുന്നു എന്ന്. ആ സ്നേഹം കൊണ്ടാണ് വഴക്കുണ്ടാക്കി നടന്നതെന്ന്. അങ്ങനെയെങ്കിലും അവൻ്റെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടിയായിരിക്കും അതൊക്കെയും എന്ന്. അതായിരുന്നു അവൻ്റെ പ്രണയമെന്ന്. അവളൊന്നുകൂടി പറച്ചു. നോട്ടം അപ്പോഴും ഫോണിലേക്കാണ്. അതിൽ സേവ് ചെയ്തെടുത്ത അവൻ്റെ ഫോട്ടോയിലേക്കാണ്. പോലീസ് യൂണിഫോമിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ ഫോട്ടോ. അന്നുവരെയും തോന്നാത്തൊരു ഫീലോടെയാണ് അവൾ അപ്പോൾ മുതൽ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി തുടങ്ങിയത്. ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നി തുടങ്ങാൻ അത്രയധികം സമയം വേണ്ടി വരില്ലല്ലോ. ആ സത്യം അന്നാണ് എമി തിരിച്ചറിഞ്ഞു തുടങ്ങിയതും. പറഞ്ഞു എമി മേഡം. സത്യക്ക് അപ്പോഴും വല്ലാത്തൊരു കള്ളത്തരമുണ്ട്. അത് അവൾക്കും അറിയാം. എമി വിളിച്ചിട്ട് വന്നതാണ് അവന്. ഒരുപാട് സമയമെടുത്തുകൊണ്ട് ആലോചിച്ചുറപ്പിച്ചൊരു കാര്യം. അത് അവനോട് നേരിട്ട് പറയാൻ വിളിച്ചു വരുത്തിയതാണ്. അവൾ പറയട്ടെ എന്ന് കരുതി സത്യം ക്ഷമയോടെ അവൾ തന്നെ നോക്കി നിൽപ്പാണ്. സത്യ പറഞ്ഞ പോലെ ഇതത്ര എളുപ്പമല്ല കേട്ടോ. ചമ്മിയൊരു ചിരിയോടെ അവൾ അവനെ നോക്കി. അടക്കി പിടിച്ചൊരു ചിരിയോടെ സത്യ സമ്മതിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വഴക്കൊക്കെ നിർത്തി ജോയിന്റ് ആയ കൂടുതൽ ഹാപ്പി ആവുമെന്ന്. എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും എമിയുടെ കവിളിൽ ചുവപ്പുഴന്നു. സത്യ കൗതുകത്തോടെ അവൾ നോക്കി. അല്ലേ? സത്യ മറുപടിയൊന്നും പറയാത്തോണ്ട് അവൾ ഒന്നുകൂടി ചോദിച്ചു. എന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു ചിരിയോടെ തലവിലങ്ങനെ ആട്ടി കാണിക്കുമ്പോൾ എമിയുടെ മുഖം ചുളിഞ്ഞു. നമുക്ക് നമ്മളായിട്ടിരിക്കണ്ടേ? സത്യപതി അവൾക്കടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാത്തൊരു പകപ്പുണ്ട് അവൾക്ക്. എങ്കിലും അതേന്ന് തലയാട്ടി കാണിച്ചു. അപ്പൊ പിന്നെ ഈ വഴക്കുവാടിയും മസ്റ്റായിട്ടും വേണ്ടിവരും. അതില്ലാതെ എന്ത് എമി മരിയ സത്യജിത്ത് കോംബോ. നമ്മളെന്നാൽ അത് തന്നെയല്ലേ. ആ ഭംഗികളെ തന്നെ നമുക്ക് അടികൂടി സ്നേഹിക്കാം. ഓക്കെ ആണോ? വല്ലാത്തൊരു ചിരിയോട് അവനെ പറഞ്ഞു കേട്ടപ്പോൾ എമിക്കും ചിരി വന്നു. ഒന്നുറപ്പാണ് എമി മേഡം, ഇഷ്ടം തോന്നിയ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ആരെയും സത്യ വിട്ടുകളയില്ല, വേദനിപ്പിക്കില്ല. അത്രമേൽ ഉറപ്പോടെ സ്വന്തം നെഞ്ചിലും തട്ടിക്കൊണ്ടുള്ള അവന്റെ പ്രണയത്തിന്റെ വാക്കുകൾ. ആലോചിച്ചുറപ്പിച്ച തീരുമാനം തെറ്റാണെന്ന് നിനക്കൊരിക്കലും തോന്നാനിടയില്ലാത്ത വിധം നിന്റെ പ്രണയവും ജീവിതവും അവന്റെ നെഞ്ചിൽ സുരക്ഷിതമായിരിക്കും പോലൊരു ഉറപ്പോടെ സത്യ അവളെ ചേർത്ത് പിടിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.